ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്ത് കാണിക്കണം നമുക്കൊരു അടിപൊളി എമർജൻസി ലൈറ്റ് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക്, അതായത് നമ്മളെ ഫോണിൽ ചാർജർ ഇത് ഉപയോഗിച്ചാൽ നമുക്കത് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ സിമ്പിൾ സർക്യൂട്ടാണ്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കിയാൽ നമുക്ക് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇതാ പറഞ്ഞു തരാം ഫുള്ളായിട്ട്. ആദ്യം നമുക്കൊരു 3.7 വോൾട്ടിൻ്റെ റീചാർജബിൾ ബാറ്ററി വേണം നമുക്ക്, കണ്ടില്ലേ? 3.7 വോൾട്ട് കണ്ടില്ലേ? പിന്നെ ഇത് ഇടാൻ വേണ്ടി ഗേസ് വേണം. ഇത് നിർബന്ധമില്ല, ഇത് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇതാ 4 വോൾട്ട് LED വേണം. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് വേണം. പിന്നെ നമ്മൾ ഈ ബോർഡ് ഉപയോഗിച്ചാൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി പോകണത് കേട്ടോ. അപ്പോൾ ഈ ബോർഡ് വേണം നമുക്ക്. പിന്നെ നമുക്ക് ഇതാ ഒരു ചാർജറും വേണം, എന്നാലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര ഐറ്റംസ് മതി നമുക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ 3.7 വോൾട്ട് ബാറ്ററി ഇത് ചാർജ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ബോർഡ് വേണം, എന്നാലും ഇത് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, അപ്പം നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം ഞാൻ കേട്ടോ. കണ്ടോ, ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് സ്വിച്ച് വേണം. സ്വിച്ച് പിന്നെ ഞാൻ ഇവിടെ ഇതാണ് ഒട്ടിക്കണത് കേട്ടോ. ഇത് സ്വിച്ചാണ്, ഇതൊക്കെ സ്വിച്ചാണ്, നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ സ്വിച്ചാണ് ഞാൻ ഉപയോഗിക്കണത് കേട്ടോ. അപ്പം കണ്ടില്ല, അപ്പം നമ്മൾ അതിവിടെ ചെയ്തെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്ത വേണ്ടത് നമ്മളെ ഇതാണ്, നമ്മുടെ LED ബോർഡ്, ലൈറ്റിൻ്റെ ബോർഡ് കണ്ടില്ല, ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ട ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, ഇതേ രീതിയിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതിനും ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്ത് ഞാൻ കേട്ടോ. നിങ്ങൾക്ക് ഏത് ഭാഗം സ്വിച്ച് വേണമെങ്കിൽ മാറ്റി കൊടുക്കുക, ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ കേട്ടോ. അപ്പം ഞാൻ പിന്നെ കണക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്പ്രിങ്ങുള്ള ഭാഗമാണ് എന്ത് ചെയ്യുക, നെഗറ്റീവ് വരിക, ഈ ഭാഗം പോസിറ്റീവ് വരിക. അപ്പോൾ അറിയാത്തവർക്ക് വേണമെങ്കിൽ എങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞു തരണം ഞാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ഇതാണ് നെഗറ്റീവ് വരിക, ഈ സ്പ്രിങ്ങുള്ള ഭാഗം. ഇതെന്ത് ചെയ്യുക, ഈ നേരെ നമുക്ക് ഈ ബോർഡിന്റെ സെന്ററിൽ കാണാം ബാറ്ററി പ്ലസ് മൈനസ്. സൂം ചെയ്ത് തന്നെ കാണിച്ചു കേട്ടോ സംഗതി. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ എന്താണ് കണ്ടോ, ബാറ്ററി പ്ലസ് ബാറ്ററി മൈനസ് കണ്ടില്ലേ. ഇത് പിന്നെ ഔട്ട് പ്ലസ് ഔട്ട് മൈനസ് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററി തന്നെ ഈ ഒരു വയർ, അതായത് സ്പ്രിങ്ങിന്റെ ഇവിടുന്ന് വരുന്ന വയർ ഇതാ നെഗറ്റീവ് വരെ എന്ത് ചെയ്യാം, നേരെ നമുക്ക് ഇവിടെ കൊടുത്താണ് എന്ത് ചെയ്യാം, ഈ വയർ ആദ്യം ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി മൈനസിനോട് എന്ത് ചെയ്യാം, ഇവിടെ സോൾഡ് കൊടുക്കട്ടെ ഇങ്ങനെ. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഷോർട്ടാണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഒരു വയറിന്റെ പീസ് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ മുകളിലത്തെ ഭാഗമാട്ടോ ബാറ്ററിന്റെ പോസിറ്റീവ് വരിക, അത് നമുക്ക് ഇവിടെ ഇങ്ങനെ സോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ സെന്ററത്ത് ഇവിടെയാണ് ഇതിനെ പോസിറ്റീവ് വരട്ടെ ഇങ്ങനെ. എന്ത് ചെയ്യാ, എന്താ ബാറ്ററി പ്ലസ് കണ്ടില്ലേ, ഇവിടെ സെന്ററിലാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കുക കണ്ടില്ലേ. അപ്പം ഇനി അടുത്ത് നമുക്ക് ഒരു വയറിന്റെ പീസ് എടുക്കുന്നത് എന്ത് ചെയ്യാ, ഈ പിന്നെ ഔട്ട് പ്ലസ് കണ്ടില്ല, ഏറ്റവും മേലെ ഔട്ട് പ്ലസ് അവിടെ എന്ത് ചെയ്യാ, അവിടെ വയർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെ. കണ്ടല്ലേ, അതവിടെ സോൾഡ് ചെയ്തു, അതവിടെ സോൾഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ എന്ത് ചെയ്യാ, കട്ട് ചെയ്യാ. എന്നിട്ട് നമ്മൾ സ്വിച്ചിന് ഏതെങ്കിലും ഒരു കാല് കേട്ടോ അവിടെ സോൾഡ് കൊടുത്താൽ മതി. 2 കാലിൽ ഏത് കാലായാലും മതി കേട്ടോ. അല്ലേ, ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അന്നേരം എന്ത് ചെയ്യാം, ഇനി നമുക്ക് അടുത്തുള്ളത് നമ്മൾ ഈ 4 വോൾട്ട് LED
ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് വരിക. അതിലെന്ത് ഈ പ്ലസ്സിൽ എന്ത് ചെയ്യാ, നമുക്കൊരു വയർ നമുക്ക് ഇവിടെ സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പ്ലസ്സിൽ നമ്മൾ വയർ സോൾവ് ചെയ്യണത് കണ്ടല്ലേ, ഇവിടെ വയർ സോൾവ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇങ്ങോട്ട് എടുക്കുക ആണല്ലേ. ഈ സ്വിച്ച് രണ്ടാമത്തെ ലെഗുമായിട്ട് എന്ത് ചെയ്യാം, ഇവിടെ സോൾവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് പിന്നെ നമുക്ക് ഈ ഒരു വയർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യാറോ, പിന്നെ നമ്മളാ LED നെഗറ്റീവ് കേട്ടോ, അവിടെ ഒരു വയർ എന്ത് ചെയ്യുക, അങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വയറിന് ഈ ഒരു അറ്റം ഈ ഔട്ട് മൈനസിനകത്തൊക്കെ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവ കണ്ടിത്രേ ഉള്ളൂ പരിപാടി. ഞാൻ ഇത് വയർ ഇവിടെ ജോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യാൻ ഇവിടെ ടേപ്പ് ഇറ്റ് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഇത്രയുള്ള വർക്ക് വേണേ ഒന്നുകൂടി പറഞ്ഞുതരാം ഞാന്. അതായത് പിന്നെ ചാർജർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, ഈ ബാറ്ററി പ്ലസ് എന്നുള്ള ഇവിടെ ഇതാണല്ലോ, ഈ നേരെ എന്ത് ചെയ്യാ, ഈ ബാറ്ററിന്റെ പോസിറ്റീവ് കൊടുക്കുക. ഈ ബാറ്ററി മൈനസ് നേരെ ബാറ്ററിന് എന്താ മൈനസിന് ഇവിടെ കൊടുക്കുക, സ്പ്രിങ്ങിന്റെ ഭാഗത്ത് കൊടുക്കട്ടോ. അങ്ങനെ അതേപോലെ തന്നെ ഈ ബോർഡിൽ വരുന്ന ഔട്ട് പ്ലസ് നേരെ എന്ത് ചെയ്യുക, ഈ സ്വിച്ചിന്റെ ഒരു കാലിന് കൊടുക്കുക. ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്താണ്ട് എന്ത് ചെയ്യും, LED പോസിറ്റീവ് ഒക്കെ എത്തും കണ്ടല്ലേ. അങ്ങനെ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഔട്ട് നെഗറ്റീവ് ഇത് നേരെ വരുന്നത് LED വരുന്നത് സിമ്പിൾ സർക്യൂട്ട് ആണിത് കണ്ടല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്ററി മുട്ട നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ബാറ്ററി വരുന്നത്. ഇത് 3.7 വോൾട്ട് അടുത്ത് വരുന്നത്. അപ്പൊ ഇത് മുട്ട് കൊടുക്കുക. അപ്പൊ ഇതില് ഈ ഭാഗമാണ് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പൊ അങ്ങനെ ഉണ്ടാകാനായിട്ട് കേട്ടോ. അതിന് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം നമുക്ക്. കണ്ടില്ലേ. അപ്പം പിന്നെ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫാക്കി കാണിച്ചു തരാം ഞാൻ. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടത് കണ്ടോ, നോക്കി കണ്ടല്ലേ. അപ്പൊ നല്ല വെളിച്ചും കാര്യമൊക്കെ ഉണ്ടോ എമർജൻസി കണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെളിച്ചമുണ്ടത് കണ്ടല്ലേ. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി നമ്മൾ ചാർജ് ചെയ്ത് നോക്കിയാലോ നമുക്ക്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ അപ്പൊ ഈ ഫോണ് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ കേട്ടോ. അപ്പൊ ഇവിടെ ഇത് പിന്നെ ഓണ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഗ്ലൂ വിട്ട് പോരുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അലൂമിനിയം അല്ലേ, അതുകൊണ്ടാണ് ഇത് ഈ ഗ്ലൂ വിട്ട് പോരുന്നത്. അപ്പൊ നമുക്ക് ഇത് നമുക്ക് വിജയിക്കില്ല. അപ്പൊ ഇതിനുള്ള മാർഗം പറഞ്ഞുതരാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാ, പിന്നെ ഇതേമാതിരി ഡബിൾ സൈഡ് ടാപ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ PCB ലൈറ്റ് ഉണ്ടാവും. ഇതിന്റെ ബേക്ക് അലൂമിനിയം അല്ലേ, PCB ഇത് അയിമ ലൈറ്റ് കിട്ടും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി കൂട്ട് കൊടുക്കുക. ഇത് ഇവിടെ ചൂടാകാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഇതേമാതിരി ഡബിൾ സൈഡ് ടാപ്പ് വാങ്ങിയാൽ എന്ത് ചെയ്യുക, ഇങ്ങനെ കഷ്ണം ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ. ഇത് രണ്ട് ഭാഗത്ത് വിട്ട് പോകുന്നുണ്ടോ. ഇതിങ്ങനെ ഞാൻ ജസ്റ്റ് ചെറിയ കഷ്ണം ഒട്ടിക്കോളൂ. ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം ഞാൻ കേട്ടോ. ഞാൻ ചെറിയ പീസ് ഒട്ടിക്കുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി ആണോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇതാക്കുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ കണ്ടല്ലേ. അപ്പം ഇതേ തന്നെ ഇവിടെയും ഇതേ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഈ ഭാഗത്ത് ഇങ്ങനെ കേട്ടോ. അപ്പോൾ അത് റെഡി കിട്ടും. ഇത് ഹീറ്റ് ആകുമ്പോൾ ചിലപ്പോൾ ബോർഡ് ചൂടാകുമ്പോൾ ഈ പ്രശ്നം വരും, അതാണുള്ളത് കേട്ടോ. അപ്പം വയറൊക്കെ വിട്ട് പോകുന്നു നമ്മൾ കേട്ടോ. അതൊക്കെ ഉണ്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നാൽ പിന്നെ ഈ ചൂടാക്കി പോരുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക,
നിങ്ങൾക്ക് നല്ല ലൈഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അലൂമിനിയത്തിൽ ഇതേമാതിരി പൈപ്പ് കിട്ടും. ഫാബ്രിക്കേഷന്റെ പൈപ്പാണ് കണ്ടല്ലേ. ഇതിന്മേൽ ചെയ്ത് കൊടുത്താൽ നല്ല ലൈഫ് കിട്ടും. അതായത് ഇത് പെട്ടെന്ന് തന്നെ LED ഫീസ് ആവൂല. ഇതിന്റെ വേക്കിൽ അലൂമിനിയം ആണ്. ഇത് മീൽസിംഗ് ആക്കി നമുക്ക് ഇത് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് കൂടി കാണിക്കാൻ ചെയ്തത് ഞാൻ. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ നമുക്ക് നടക്കില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഇത് ചൂടാകുകയാണ്. കുറച്ച് ചൂടാകുമ്പോൾ നല്ല ഹീറ്റ് വരികയാണ്. ഇവിടെ ഹീറ്റ് വരുമ്പോൾ ഇതിന് പോരാണ് കേട്ടോ. അങ്ങനെ കണ്ടോ. അപ്പം നല്ല വെളിച്ചമുണ്ട് ഇത് കണ്ടോ. പിന്നെ അപ്പം നമ്മൾ ചാർജ് നോക്കാം നമുക്ക്. കണ്ടോ ചാർജ് കയറുന്നു കണ്ടല്ലേ. അപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ റെഡാണ് കത്തുക. പിന്നെ ബാറ്ററി ഫുള്ളായി കഴിഞ്ഞാൽ ഈ റെഡ് ഓഫ് ബ്ലൂ ലൈറ്റ് കത്തും കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ പേരെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചാനൽ കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തിലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് അടുത്തോടെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. നമുക്ക് നല്ല വെളിച്ചെണ്ണ പറഞ്ഞു. നല്ല വെളിച്ചെണ്ണ കൊണ്ടോക്കി ഒന്നും പറയാല്ല കണ്ടല്ലേ. നല്ല വെളിച്ചെണ്ണ ഉണ്ടോ.